ഒരു കുഞ്ഞുണ്ടാവുക എന്നത് ഏതൊരു ദമ്പതികളുടെയും സ്വപ്നമാണ്. അതുകൊണ്ടുതന്നെ കടം വാങ്ങിയും ലക്ഷങ്ങൾ മുടക്കിയുമാണ് പലരും വന്ധ്യതാ ചികിത്സയ്ക്കായി തയ്യാറെടുക്കുന്നത്. ഈ വിധത്തിൽ ശ്രമിച്ചിട്ടും ഫലം കാണാതെ നിരാശരാകേണ്ടി വരുന്ന ദമ്പതികൾക്ക് ആശ്രയമാവുകയാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന് കീഴിൽ കണ്ടംകുളങ്ങര ഹോമിയോ ആശുപത്രിയിൽ ആവിഷ്കരിച്ച ജനനി പദ്ധതി. കേരള സർക്കാരിൻ്റെയും അതുപോലെ തന്നെ ആയുഷ് ഹോമിയോപ്പതി വകുപ്പിൻ്റെയും നേതൃത്വത്തിൽ വന്ധ്യതാ നിവാരണ പദ്ധതിയാണ് ജനനി എന്ന പദ്ധതി. കണ്ണൂർ ജില്ലയിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷമാണ് കോഴിക്കോട് ജില്ലയിൽ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം കേരളം മുഴുവനുള്ള എല്ലാ ജില്ലകളിലും ഇപ്പോൾ ഈ ജനനി പ്രൊജക്റ്റ് നടക്കുന്നുണ്ട്. കുറഞ്ഞ ചെലവും മികച്ച ചികിത്സയും ഇവിടെ ഉറപ്പുവരുത്തുന്നു. ഏറ്റവും കുറഞ്ഞ ചെലവിൽ വളരെ ഫലപ്രദമായി പലപ്പോഴും മറ്റ് പല രീതികളിലും ഒക്കെയുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഒരു രീതിയിലുമുള്ള ആശാവഹമല്ലാത്ത റിസൾട്ടുകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വരെ നമുക്ക് ഈ ചികിത്സയിലൂടെ ഫലം കണ്ടിട്ടുണ്ട്. ജനനിയിലെ ചികിത്സയിലൂടെ ഇതുവരെ 421 കുഞ്ഞുങ്ങളാണ് പിറന്നത്. ഇപ്പോൾ സമൂഹത്തിൽ ഈ വന്ധ്യതാ പ്രശ്നം നേരിടുന്ന ആളുകൾക്ക് വളരെയേറെ സഹായകരമായിരിക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തുന്ന ആളുകളെ അവരുടെ കൃത്യമായിട്ട് ഈ ദമ്പതികളെ വിളിച്ചിരുത്തി അവരോട് അവരുടെ പ്രശ്നങ്ങളെല്ലാം ചോദിച്ചറിയുകയും അതിനുശേഷം അവർക്ക് നമ്മുടെ ആധുനിക ലാബ് സൗകര്യം ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ ചികിത്സ നമ്മൾ ചെയ്യുന്നത്. ലക്ഷങ്ങൾ മുടക്കി IVF, IUI പോലുള്ള ചികിത്സകൾ നടത്തി നിരാശരായവരിൽ നിരവധി പേർക്ക് ജനനി പ്രതീക്ഷയുടെ പുതുവെളിച്ചമായിട്ടുണ്ട്. എന്തായാലും കുട്ടി വേണമെന്നൊരു ചിന്തയിലേക്ക് മാറിയ സമയത്താണ് ജനനിലേക്ക് മാറുന്നത്. 1 വർഷത്തിൻ്റെ ചോടയായിട്ട് മരുന്ന് കുടിച്ച പാടെ തന്നെ ആൾക്ക് പോസിറ്റീവ് ആവുകയും ഇങ്ങനെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. 13 വർഷത്തോളം മെഡിസിൻ മാറി മാറി കാണിച്ചു. ഇംഗ്ലീഷ് കാണിച്ച ആയുർവേദം ഒന്നും സക്സസ് ആയില്ല. ഇവിടെ 3 മാസത്തെ ട്രീറ്റ്മെൻറ്റിൽ തന്നെ കുട്ടീൻ്റെ റിസൾട്ട് കിട്ടി ഞങ്ങൾക്ക്. വന്ധ്യത ചികിത്സാ രംഗത്ത് ഹോമിയോപ്പതിയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി സംസ്ഥാന സർക്കാരിന്റെ ആയുഷ് ഹോമിയോപ്പതി വകുപ്പ് 2012 ഓഗസ്റ്റിൽ ആരംഭിച്ച പദ്ധതിയാണിത്. കാലക്രമേണ അതിൻ്റെ ഒരു സക്സസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൂടുതൽ ഡോക്ടർമാരുടെ സേവനം നമുക്ക് ആവശ്യമായി വന്നു. അതുകൊണ്ട് തന്നെ ഹോമിയോപ്പതി വകുപ്പ് ആ പ്രോജക്റ്റിനെ നല്ല രീതിയിൽ മറ്റ് ഡോക്ടേഴ്സിനെ നമുക്ക് തന്നുകൊണ്ടും ഈ ഒരു പ്രോജക്റ്റ് എന്ന രീതിയിൽ നല്ല രീതിയിൽ അതിനെ ഉയർത്തിക്കൊണ്ടുവന്നു. അതിന് വേണ്ടുന്ന സഹായം നാഷണൽ ആയുഷ് മിഷന് നൽകുകയുണ്ടായി. അതിനാൽ തന്നെ നമുക്ക് ആഴ്ചയിലൊരു 6 ദിവസം ഈ പ്രോജക്റ്റ് നമുക്ക് റൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം അതിനു വേണ്ട ആധുനിക സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഭൗതിക സാഹചര്യങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ അതൊക്കെ തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് ചെയ്തു കൊടുക്കുന്നത്. ലാബ് സൗകര്യം അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പദ്ധതി മുന്നോട്ട് പോവുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ജില്ലാ പഞ്ചായത്ത് ഒരുക്കി കൊടുക്കുന്നുണ്ട്. ജനനി വന്ധ്യതാ നിവാരണ പദ്ധതി കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വളരെയധികം പ്രോഗ്രാമുകൾ നടന്നു വരികയാണ്. ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഫെബ്രുവരി 22-ന് ഒരു ജനനി കുടുംബ സംഗമം നടക്കുകയുണ്ടായി. ഈ അടുത്ത കാലത്ത് ജനിച്ച 100ഓളം കുട്ടികളും അവരുടെ മാതാപിതാക്കളും പല രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാവരും അതിൽ പങ്കെടുത്തിരുന്നു. ജനനി യാത്ര തുടരുകയാണ്. ആശയറ്റ മിഴികളിൽ മാതൃത്വത്തിന്റെ നറുനിലാവ് തെളിയിച്ചുകൊണ്ട്.